ഇവരെ രണ്ടുപേരെയും വിട്. വിടാൻ. ദിസ് ഈസ് മൈ ഓർഡർ. വിടാൻ. എടോ, ഞാനാണോ ഇവിടുത്തെ ACP? സസ്പെൻഷനിൽ നിൽക്കുന്ന അയാളല്ല. വിടാൻ. Why don't you salute me? സല്യൂട്ട് ചെയ്യടോ. അതാണ് പ്രോട്ടോകോൾ. കുഞ്ഞിനെ ഇവള് തട്ടിയെടുത്തു എന്നല്ലേ ഇവരുടെ പേരിലുള്ള കുറ്റം. കുഞ്ഞിനെ ഇവര് തട്ടിയെടുത്തതൊന്നും അല്ല. കുട്ടിയുടെ പെറ്റമ്മ മൈഥിലി തന്നെയാ കുഞ്ഞിനെ ഇവരെ വളർത്താൻ ഏൽപ്പിച്ചത്. മൈഥിലിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. മൈഥിലിക്ക് ആർക്ക് വേണമെങ്കിലും ഈ കുഞ്ഞിനെ കൊടുക്കാം. കാരണം അവളാണ് ഈ കുഞ്ഞിന്റെ പെറ്റമ്മ. അപ്പോ കൊച്ചിന്റെ അച്ഛനോ? അമ്മ ആര് ചൂണ്ടിക്കാണിക്കുന്നോ അയാളാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? മൈഥിലി, വാ. ചീറ്റ് ചെയ്ത് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാന്ന് വിചാരിച്ചോ? കുഞ്ഞിനെ താടി ഇങ്ങോട്ട്. നീ വീണ്ടും എന്നെ തോൽപ്പിക്കാണോ? നിങ്ങളെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും സഹീറ പാഴാക്കില്ല. എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ. എന്താടി ഇത്ര താമസം കുഞ്ഞിനെ തരാൻ? എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താടി. മാഡം പോവാണോ? താനാരാ? ഞാനൊരു സാധാരണ പൗരനാണേ. പൗരന്റെ പണി നോക്ക്. പണിയെടുത്തിട്ട് തന്നെയാ മാഡം ജീവിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല. താൻ തന്റെ കാര്യം നോക്കണം മിസ്റ്റർ. കാര്യം നോക്കിയിട്ട് തന്നെയാ ഇരിക്കുന്നത്. ദേ, ഈ കാര്യത്തില് എനിക്ക് ചെറിയൊരു റോളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ദിസ് ഇസ് എ കോർട്ട് ഓർഡർ. വൈഗ എന്ന കുഞ്ഞിന്റെ ഉടമസ്ഥത കുഞ്ഞിന്റെ അച്ഛനായ കാർത്തികിന് കൈമാറിക്കൊണ്ടുള്ള കോടതി ഉത്തരവ്. ഇത് വാങ്ങി വരാൻ കാർത്തി എന്നെ പറഞ്ഞയച്ചതാ. അല്ലെങ്കിൽ കുറെ പോലീസുകാരെയും കൂട്ടി മാഡം നനഞ്ഞ ഓലപ്പടക്കവുമായി ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു.
അയ്യോ, മൈഥിലി മാഡം എന്നെ നോക്കി ദഹിപ്പിക്കണ്ട. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടു നടന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യമായി. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങള് കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം അടുത്ത കര പിടിക്കാൻ നോക്കു കൊച്ചെ. അതെ, നല്ല മഴ വരാൻ പോകുന്നുണ്ട്, നനയും. എന്റെ കുഞ്ഞിന് എന്നിട്ട് പോയി പുതിയൊരു കാമുകനെ കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ്. കുറെ മുമ്പ് എന്താ പറഞ്ഞത്? എന്നെ ജയിക്കാൻ അനുവദിക്കില്ല എന്നല്ലേ? നീ എനിക്ക് ഒത്ത എതിരാളിയല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുകളഞ്ഞത്. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ സ്വഭാവം മാറ്റി. നീ തോൽക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും ഒരിടത്തും നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ACP എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല കൊച്ചെ. തിന്ന ചോറ് ഭാര്യയെല്ലിന്റെ ഇടയിൽ കുത്തി കയറുമ്പോ കണ്ട ആമ്പിള്ളേരുടെ പുറകെ പ്രേമമായി നടന്നു. ഗതി കെട്ടപ്പോ ദൈവൻ കരണത്തൊന്ന് തന്നു. അതിനും പ്രതികാരം, അതും ഇക്കാലത്ത്. പോയി വല്ല പണി നോക്കു വച്ചേ. വാടാ മക്കളെ. ഇവരെന്താ ഇത്ര താമസിക്കുന്നത്? കാർത്തിമം വിളിച്ചു പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ലല്ലോ. അവര് വേഗം വരും. തന്നെയല്ല, ഒരു വലിയ ദൗത്യം കഴിഞ്ഞ് വരികയല്ലേ. വളരെ സന്തോഷമുള്ളൊരു ദിവസം. അവര് ചിരിച്ച് രസിച്ചൊക്കെ വരട്ടെ അല്ലേ? എന്താടി നിന്റെ മുഖത്തുനിന്നാ കടന്നലൂത്തിയ? ചേച്ചി, ദേ ഇവളുടെ മുഖത്ത് കടന്നലൂത്തി. എന്റെ മുഖത്ത് കടന്നലൊന്നും കൊത്തിയിട്ടില്ല. ഞാൻ ഇവിടെ ഒന്നുമില്ലാതെ ഒരപ്പാവിയായിട്ട് നിൽക്കുക. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് ചെയ്തു ചേട്ടാ. എന്തിനാടാ അവളോട് എപ്പോഴും ഞാൻ വഴക്കരി ചെല്ലുന്നത്? കയ്യിലിരിപ്പ് അതല്ലേ അച്ഛാ. അവരല്ലേ വരുന്നത്? മോളെ,
കുഞ്ഞിനെ മുത്തശ്ശിയുടെ കൈ കൊടുക്ക. അങ്ങനെ വാക്ക് പാലിക്ക. നീ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകന്റെ മകളാണെന്ന് അമ്മ മനസ്സിലാക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവാ. എത്ര ദിവസമായി ഞാൻ എന്റെ പൊന്നുംകുടത്തിനെ കണ്ടിട്ട്. ചക്കരവാവേ, മുത്തുപൊന്നേ. അങ്ങനെ മുത്തശ്ശന്റെ മീനാക്ഷി കൊച്ച് മുത്തശ്ശിയോടുള്ള വാക്ക് പാലിച്ചു. മീനാക്ഷി കുട്ടിക്ക് ചെറിയച്ഛന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. നാളെ തരാം. താങ്ക് യു ചെറിയച്ച. ആ കുഞ്ഞിനെ കണ്ടെത്താൻ മീനാക്ഷിയും ദൈവമേയും കൂടി ചെറിയ റിസ്ക് ഒന്നുമല്ല എടുത്തത്. അതറിഞ്ഞാൽ കുഞ്ഞമ്മാവൻ വരെ ഞെട്ടിപ്പോവും. മീനാക്ഷി, എങ്ങനെയാ വൈകമോളെ കണ്ടെത്തിയേ? ഒന്ന് പറഞ്ഞേ. പറയാൻ ചെറിയച്ച. അപ്പോ ചെറിയ ആളുകളൊന്നും അല്ലേ ഇതിന്റെ പിന്നിൽ കളിച്ചത്? ഓർത്തു വെച്ചോ കാർത്തി, പതുക്കെ പതുക്കെ ഇതിന്റെ 10 ഇരട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ഒരാളുണ്ട് ഇവിടെ, ശ്രീമതി രാജലക്ഷ്മി അമ്മ അല്ലേ? രാജലക്ഷ്മി, ദാ നിന്റെ കൊച്ചുമകള് അംഗം ജയിച്ചു വന്നിരിക്കുന്നു. അവളെ അനുഗ്രഹിച്ച് സ്വീകരിക്കൂ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ സത്യത്തിൽ ഒരംഗം നടത്തി ജയിച്ചു വന്നിരിക്കുക മീനാക്ഷി. എല്ലാവരും ഇവിടെ വലിയ സന്തോഷത്തില്, കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷം. തനിക്ക് മാത്രം എന്താടോ ഒരു ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് കാർത്തേട്ടന് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ.
ഞാൻ മുത്തശ്ശിയുടെ കാല് തൊട്ട് തൊഴാൻ പോയപ്പോ ഓർക്കപ്പുറത്ത് ഒരു കാക്ക വന്ന് വീണില്ലേ? അതാണോ? കാക്കയ്ക്ക് എന്തോ അപകടം വന്ന് ചത്തതാ. അതിന് തനിക്കെന്താ? അതൊരു അപശകുനമല്ലേ? അപശകുനമല്ല, അന്ധവിശ്വാസം. എന്റെ മീനാക്ഷി, അതൊക്കെ അങ്ങോട്ട് വിട്ടുകളയടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് വന്നു അല്ലേ കുഞ്ഞാവേ? ഇതാണ് നമ്മുടെ ചെമ്പകമംഗലം, ചക്കരവാവയുടെ വീട്. ഇത്രയും നേരം ജഗദീഷ് എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവാ ദൈവമേ, ഞാനും കൂടെ ഒന്ന് എടുക്കട്ടെ. വാ, വാടാ. ചെല്ല്. ഓ, ഓ, ആ, നല്ല പോലീസ് ഓഫീസറാ. കുഞ്ഞിനെ എടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ആ, പോലീസ് അക്കാഡമിയിലെ കുഞ്ഞിനെ എടുക്കാനല്ലായിരുന്നു ട്രെയിനിങ്. ഓ, എന്ന് വെച്ച് പോലീസ് ഓഫീസർമാരൊന്നും അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കാറില്ലായിരിക്കും. ഓ, ആ വൈകുമോളെ. ഓ ഓ ഓ ഓ ഓ, അച്ഛൻ്റെ പൊന്നുമോളെ. ഓ ഓ, ഓ, ആ. ലോകപ്പിലിട്ട് പ്രതികളെ ഉരുട്ടും പോലെ അല്ല കുഞ്ഞുങ്ങളെ കളിപ്പിക്കേണ്ടത്. അതിനെ ഒരു മയം വേണം. അതെ, വാത്സല്യത്തോടെ ലാളിക്കണം. അതുപോലെ കുഞ്ഞിനെ ലാളിക്കുമ്പോ വായിൽ വരുന്ന എന്ത് ഓമന പേരും വിളിക്കാം. എന്തും വിളിക്കാവോ? എന്ന് വെച്ചാ കുറ്റവാളികളെ പോലീസ് വിളിക്കുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. അല്ല, കുഞ്ഞിനൊരു പുതിയ മാല കിട്ടിയല്ലോ. ഇതാരിട്ടു? ചെറിയച്ഛൻ ഇട്ടു കൊടുത്താണോ? അല്ല, മുത്തശ്ശി കഴുത്തിലിട്ട് കൊടുത്തതാ. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് സന്തോഷായിന്നോ കുഞ്ഞ് വീണ്ടും ചെമ്പകമംഗലത്തേക്ക് വന്നതില്. മുത്തേ, മുത്തിന് പുതിയ മാല കിട്ടിയോ? അമ്മ എല്ലാരെയും വിളിക്കുന്നു അത്താഴം കഴിക്കാൻ. വരുന്നു. ആ, മോളിരിക്കെ. ആഹാ, എല്ലാവരും ഇരുന്ന് കഴിഞ്ഞോ? ആ, അതിനെല്ലാരും വന്നില്ലല്ലോ. ഇനിയും പലരും ഹാജരാകാനുണ്ട്. ആ, അല്ല, വൈകുമോൾ എവിടെ മീനാക്ഷി? ഉറങ്ങി. ആ, ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. എന്താച്ചാ? ഇന്നത്തേക്ക് വിളമ്പുകാര് വേണ്ടെന്ന എന്റെ അഭിപ്രായം. വിളമ്പുകാരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ അഭിപ്രായം കൊള്ളാം. ദേ, ഞാനിതിനെ പിന്താങ്ങുന്നു. ദേ, ഞാനും പിന്താങ്ങുന്നു. ഞാനും പിന്താങ്ങിയേക്കാം. ആ, അഭിപ്രായമൊക്കെ കൊള്ളാം. പക്ഷെ ചോറും കറികളും ഒന്ന് വിളമ്പിയിട്ട് ഞങ്ങളിരിക്കാം. അമ്മ എന്താ ഒന്നും മിണ്ടാങ്ങി നിൽക്കുന്നു? ഞാനെന്താ പിന്നെ പൊട്ടിച്ചിരിക്കണോ? അതോ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടണോ?
രാജലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ നാളുകളെല്ലാം എന്റെ മകന്റെ മരണത്തോടെ തീർന്നു. എന്റെ തറവാടിന്റെ സമ്പത്തും ഐശ്വര്യമായിരുന്ന ആ ഉടവാള് മോഷ്ടിച്ചവര് എന്റെ മോനെയും കൊന്നു. ഈ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കി.